നമസ്കാരം. പറ്റുമെങ്കിൽ എന്നെ വന്ന് പിടിക്ക്. സിനിമകളെയും അധോലോക കഥകളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനും ഭരണകൂടത്തിനും നേരെ പരസ്യ വെല്ലുവിളികൾ ഉയർത്തി ഒളിവിലിരിക്കുന്ന അർജുൻ നായകയെ പിടികൂടാൻ കഴിയാതെ അന്വേഷണ സംഘം ബുദ്ധിമുട്ടുകയാണ്. തുടർച്ചയായ ഭീഷണികൾക്ക് പിന്നാലെ ഏറ്റവും ഒടുവിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ പോലീസിന് മേൽ വലിയ രാഷ്ട്രീയ ഭരണസമ്മർദ്ദമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിലിരുന്ന ഒന്നിനു പുറകെ ഒന്നായി ഭീഷണി സന്ദേശങ്ങളും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കുറിപ്പുകളും പുറത്തുവിടുന്ന ആയെങ്കിൽ കേരളം വിട്ടോ അതോ കണ്ണൂരിലെ ഏതെങ്കിലും പരമ്പരാഗത ഒളിസങ്കേതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. പ്രതിയെ കണ്ടെത്താനായി പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലടക്കം ചില കേന്ദ്രങ്ങളുമായി അർജുൻ നായകിക്ക് ബന്ധമുണ്ട്. ഇവിടേക്ക് ഇയാൾ രക്ഷപ്പെട്ടോ എന്നാണ് സംശയം. നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ചും കോതമംഗലം, കണ്ണൂർ മേഖലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കോതമംഗലത്തെ ക്രിമിനൽ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് അർജുൻ നായകി ഒളിവിൽ പോയത്. ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയും കൊഞ്ഞൻ കുത്തുന്ന സമീപനമാണ് പ്രതി സ്വീകരിച്ചത്. തനിക്ക് കോടതി ജാമ്യം തള്ളിയപ്പോൾ സ്വമേധയാ കീഴടങ്ങാമെന്ന് കരുതിയതാണെന്നും എന്നാൽ പോലീസിന് എന്നെ ബലമായി പിടിച്ചേ പറ്റൂ എന്നാണെങ്കിൽ വന്ന് പിടിക്കൂ എന്നുമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ആദ്യ വെല്ലുവിളി. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തതിന് ശേഷം മാത്രമേ പുറത്തു വരൂ എന്നും തനിക്കെതിരെ കേസെടുത്ത കോതമംഗലം സിഐക്ക് കൃത്യമായ പണി വെച്ചിട്ടുണ്ടെന്നും ആയെങ്കിൽ സന്ദേശത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഒളിവിലിരുന്ന് വിരട്ടുന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പുതിയ പോസ്റ്റുമായി ആയെങ്കിൽ വീണ്ടും എത്തുകയും ചെയ്തു. തന്നെ അങ്ങനെ വിരട്ടണ്ടെന്നും താൻ വളർന്നു വന്ന പാർട്ടി വേറെയാണെന്നുമായിരുന്നു പുതിയ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ആഭ്യന്തര വകുപ്പിനെയും മന്ത്രിയെയും വരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ പ്രതികരണം പോലീസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതോടെയാണ് അടിയന്തരമായി പ്രതിയെ ഒളിയിടത്തിൽ ചെന്ന് പിടികൂടാൻ പോലീസ് തീരുമാനമെടുത്തത്. കഴിഞ്ഞ മെയ് 3-നാണ് അർജുൻ നായകിയെയും 9 അംഗ സംഘത്തെയും കോതമംഗലത്തെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രദേശത്ത് വലിയൊരു കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇവർ പിടിയിലായതെന്നായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ആയെങ്കിൽ തന്നെ കുടുക്കിയതാണെന്ന് ആരോപിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ കോതമംഗലം സിഐക്കെതിരെ സോഷ്യൽ മീഡിയ വഴി വധഭീഷണിയും പരസ്യ അധിക്ഷേപവും നടത്തുകയായിരുന്നു. സർവീസിൽ നിന്ന് സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു പോസ്റ്റിലെ പ്രധാന ഭീഷണി. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ജീവന് ഭീഷണി ഉയർത്തുകയും ചെയ്തതോടെ കോതമംഗലം പോലീസ് ആയെങ്കിക്കെതിരെ വീണ്ടും കേസെടുത്തു. തുടർന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ആയെങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നിയമ നടപടികളിൽ ഭയക്കാതിരുന്ന ആയെങ്കിൽ കോതമംഗലം സിഐക്ക് പുറമെ ഊന്നുകൽ സിഐയോടും നേരിട്ട് ഭീഷണി മുഴക്കി. വാട്സപ്പിലൂടെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും തന്റെ വെല്ലുവിളി ശബ്ദ സന്ദേശങ്ങളും ആയെങ്കിൽ തന്നെ സ്വന്തം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ പരസ്യമായി പങ്കുവെക്കുകയും ചെയ്തു. പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നീക്കം. സോഷ്യൽ മീഡിയയിലൂടെ ആയെങ്കിൽ നടത്തുന്ന ഓരോ പുതിയ ഭീഷണികളും വെല്ലുവിളികളും ഇനി ഓരോ പുതിയ കേസുകളായി മാറുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന മുന്നറിയിപ്പ്. ഒളിവിലിരുന്ന അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് തടയാനും IP വിലാസങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിസങ്കേതം കണ്ടെത്താനും സൈബർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇയാൾക്ക് സാമ്പത്തിക സഞ്ചാര സഹായങ്ങൾ നൽകുന്നവരെയും കേസിൽ പ്രതി ചേർക്കും. ഡിജിറ്റൽ ഇടങ്ങളിലെ വലിയൊരു വിഭാഗം യുവാക്കളെ ആകർഷകരാക്കിക്കൊണ്ടാണ് അർജുൻ നായകി എന്ന പേര് മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളുടെയും സൈബർ പോരാട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആയെങ്കിൽ പിന്നീട് അതിവേഗമാണ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് ഉൾപ്പെടെയുള്ള വലിയ ക്രിമിനൽ ശൃംഖലകളുടെ തലവനായി മാറിയത്. ഇടതൂർന്ന താടിയും പ്രത്യേക വസ്ത്രധാരണ രീതിയും സോഷ്യൽ മീഡിയയിലെ വൈകാരികമായ പോസ്റ്റുകളും വഴി വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ ഇയാൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തണലിൽ വളർന്ന് പിന്നീട് സ്വന്തമായി കൊട്ടേഷൻ, സ്വർണ്ണക്കവർച്ച സംഘങ്ങളെ നയിക്കുന്ന അധോലോക നായകന്റെ പരിവേഷത്തിലേക്ക് ആയെങ്കിൽ മാറുകയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം വഴിയിൽ വെച്ച് തട്ടിയെടുക്കുന്ന റീ കൊട്ടേഷൻ സംഘങ്ങളുടെ തലവനായി ഇയാൾ പ്രവർത്തിച്ചുവെന്ന് EDയും പോലീസും കണ്ടെത്തിയിരുന്നു. രാമനാട്ടുകരയിലുണ്ടായ 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടവും സ്വർണ്ണ കവർച്ചാ നീക്കവും ആയെങ്കിയുടെ അധോലോക സാമ്രാജ്യത്തിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവന്ന ഒന്നായിരുന്നു. പഴയ കേസ് റെക്കോർഡുകളും നിലവിലെ കുറ്റകൃത്യങ്ങളും പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ തണൽ നഷ്ടപ്പെട്ടിട്ടും സോഷ്യൽ മീഡിയയിലെ വ്യാജ പരിവേഷം ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. എന്നാൽ സിനിമാ സ്റ്റൈൽ വെല്ലുവിളികൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. എത്ര വലിയ ഒളിസങ്കേതത്തിലായാലും ദിവസങ്ങൾക്കുള്ളിൽ അർജുൻ നായകിയെ വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം.